ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഡിസംബർ 16 സിറിയയുടെ മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങൾ തകർക്കുന്നതിന് വേണ്ടി ന്യൂക്ലിയർ ബോംബ് ഇട്ടതായിട്ടൊരു റിപ്പോർട്ട് വന്നു. അന്ന് ആ ആക്രമണത്തെ തുടർന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ നിന്ന് 820 കിലോമീറ്റർ അകലെയുള്ള തുർക്കിയിലെ ഇസ്നിക് വരെ സ്ഫോടനത്തിന്റെ ശക്തിയിൽ ഭൂമി കുലുങ്ങിയിരുന്നു. ഇത് ആണവ ബോംബ് ഇട്ടതിൻ്റെതാണ് എന്നാണ് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സിറിയയ്ക്ക് നേരെ ശക്തമായ ആണവ ബോംബ് ഇസ്രായേൽ നേരത്തെ വിന്യസിപ്പിച്ചതായും റഷ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഒരു മിനി ന്യൂക്ലിയർ ബോംബായ B-61 ആയിരിക്കാം ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഭൂമി കുലുക്കം അളക്കുന്ന റിച്ചർ സ്കെയിലിൽ അന്ന് സിറിയയിൽ സ്ഫോടനത്തിന്റെ ശക്തി 3 എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ആണവ സ്ഫോടനത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്നു. ഈ വലിയ ശബ്ദത്തോടെ സ്കഡ് മിസൈൽ നിർമ്മാണശാലയടക്കമുള്ള സിറിയയുടെ ആയുധ ശേഖരങ്ങൾ നശിച്ചതിന് 20 മണിക്കൂറിന് ശേഷം തുർക്കിയിലും സൈപ്രസിലും വരെ റേഡിയേഷൻ അഥവാ ആണവ വികിരണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രയേലിന് നേർക്ക് ആക്രമണം പുനരാരംഭിച്ച ഹൂതി വിമതർക്ക് നേരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിന്റെ തലവൻ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് എന്നതാണെന്ന് മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഹൂതികൾക്ക് ആയുധവും പണവും പരിശീലനവും എല്ലാം തന്നെ നൽകുന്നത് ഇറാനാണ് എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഈ നീക്കം. ഹൂതികൾക്കെതിരെ ശക്തമായ സൈനിക നീക്കം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇറാനെ തൽക്കാലം ആക്രമിക്കേണ്ടതില്ലെന്നും ഹൂതികളെ മാത്രം നേരിട്ടാൽ മതി എന്ന നിലപാടിലാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈയിടെ ഇസ്രായേൽ 3 തവണ യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും അത്ര ഫലപ്രദമായ രീതിയിലായിരുന്നില്ല നടന്നിരുന്നതെന്നാണ് മൊസാദിന്റെ നിലപാട്. ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമായ ഹാരറ്റ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ തകർത്താൽ മാത്രമേ അവർ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകളെ പൊളിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ഡേവിഡ് ബെർണിയയും വാദിക്കുന്നത്. അതായത് തീവ്രവാദ സംഘടനകൾ 1 or 9 അല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നത് ഹൂതിയും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ മാത്രമാണ്. എന്നാൽ ആഗോള തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നതും അറിയാത്തതുമായ 100 കണക്കിന് തീവ്രവാദ സംഘടനകൾക്ക് ആയുധവും പണവും മോട്ടിവേഷനും നിർദ്ദേശങ്ങളും നൽകി ഇറാൻ തീറ്റിപ്പോറ്റുന്നുണ്ട്. ഹൂതികളെ മാത്രം ആക്രമിച്ചാൽ അവരു മാത്രമേ ഇല്ലാതാകൂ എന്നും ഇറാൻ ശക്തമായിരിക്കുന്ന കാലയളവിൽ അവരെല്ലാ തീവ്രവാദ സംഘടനകളെയും സഹായിക്കുമെന്നാണ് ഡേവിഡ് ബെർണിയ എന്ന മൊസാദിന്റെ തലവൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്രായേലിലെ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ ഹൂതികൾ ഇസ്രായേലിലേക്ക് 5 ബാലിസ്റ്റിക് മിസൈലുകളും 5 ഡ്രോണുകളും അയച്ചിരുന്നു. ഗാസയിലെ ഹമാസ് പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഞങ്ങൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് എന്നാണ് ഹൂതി നേതാക്കൾ ഇപ്പോഴും വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൂതികൾ അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ കടത്തി വെട്ടിയാണ് ടെല്ലവീവിലേക്ക് കടന്നു കയറിയത്. അത് ഇസ്രായേലിനെയും മൊസാദിനെയും ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. ഈ മിസൈൽ ഒരു കളിക്കളത്തിലേക്കാണ് പതിച്ചതെന്നത് കൊണ്ടാണ് ആളപായം ഉണ്ടാകാതെ തൽക്കാലം രക്ഷപ്പെട്ടത്. പുലർച്ചെ 3:45 മിസൈൽ നഗരത്തിലേക്ക് എത്തിയത്. മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സുരക്ഷാ ബങ്കറുകളിലേക്ക് അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ആളുകൾ കൂട്ടത്തോടെ ഓടിയപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് നടന്ന ചടങ്ങ് അതിനകത്ത് സംസാരിച്ച പ്രധാനമന്ത്രി നെതന്യാഹു മറ്റ് തീവ്രവാദ സംഘടനകൾക്കുണ്ടായ അതേ വിധി തന്നെയാണ് ഹൂതികളെയും കാത്തിരിക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു.
ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും സിറിയയിലെ അസദിനും ഉണ്ടായ അതേ വിധി തന്നെയാണ് ഹൂതികളെയും തേടിയെത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യമൻ ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് എന്നതാണ് ഹൂതികളെ നേരിടുന്നതിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇക്കാര്യത്തിൽ അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും ഇസ്രായേൽ നീക്കം ശക്തമായതായിട്ടാണ് സൂചന. ഹമാസ് കൊമ്പുകുലുക്കി ഇറങ്ങിയതാണ് ഇസ്രായേലിനെതിരെ. ഒടുവിൽ ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ ഒരുമിച്ച് നിന്ന് മൂത്രമൊഴിച്ചാൽ ഉടനെ ഒലിച്ചു പോകുന്ന ദുർബലരാണ് ഇസ്രായേലിയർ എന്നാണ് ഇവർ കരുതിയിരുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി. ഹമാസിനെയും ഹിസ്ബുള്ളയെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒതുക്കി ചുരുട്ടി മടക്കി ഒരു മൂലക്കിരുത്താനും എല്ലാ നേതാക്കളെയും കൂട്ടിയിട്ട് കത്തിക്കാനും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഹൂതികളെ ചെങ്കടലിൽ എന്നല്ല അതിൻ്റെ അപ്പുറമായിരുന്നാലും ശരി ഇസ്രായേലിന് ഭയമില്ലെന്നും ഹൂതികളെ ഒതുക്കുമെന്നും തന്നെയാണ് നെതന്യാഹുവിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു സമ്പദ് വ്യവസ്ഥ, പണപ്പെരുപ്പം പിടിവിട്ട രീതികൾ, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളിയാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലും, ദാരിദ്ര്യത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അയൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തി ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും. ഈ പാകിസ്ഥാനെ സഹായിക്കുന്നതും ആരാണ് എന്ന് കണ്ടറിയണം. അന്ധകാരവും ദാരിദ്ര്യവും വരിഞ്ഞു മുറുക്കുന്ന പാകിസ്ഥാന് ഭീകരവാദത്തിന് വല്ല കുറവുമുണ്ടാവും. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് കടുത്ത ശിക്ഷ നൽകുമെന്നാണ് താലിബാൻ പ്രഖ്യാപിച്ചത്. അതോടെ മേഖല കൂടുതൽ രക്തരൂക്ഷിതമായി മാറുകയാണ്. പറഞ്ഞു വരുന്നത് ഹൂതികളും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഇവരെല്ലാം പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒന്നും ചിന്തയിൽ നിന്നും വിഭിന്നമല്ല. രാജ്യം വലിയ രൂപത്തിൽ പ്രതിസന്ധിയിലാണ്. ഇറാനും അതെ. ഇറാൻ അകത്തുള്ള ജനത തന്നെ ഇറാൻ എതിരായി തിരിഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ് അഫ്ഗാൻ. താലിബാനികൾക്കെതിരെ അഫ്ഗാനിലെ മുഴുവൻ ജനതയും തിരിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിലെ ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ ജനത മൊത്തവും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കവും വരൾച്ചയും ചില്ലറയൊന്നുമല്ല പാകിസ്ഥാനെ ഞെരുക്കിയത്. പണപ്പെരുപ്പം കൈവിട്ടതോടുകൂടി അവശ്യ സാധനങ്ങളുടെ വില അടിച്ചു കയറി. പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതോടുകൂടി ജനങ്ങളുടെ ഭാരം ഇരട്ടിയായി. ഇതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തുറങ്കിലടച്ചതിന്റെ പേരിൽ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപസമാനമായ പ്രതിഷേധങ്ങളും. ഇത്തരം പ്രതിസന്ധികൾക്ക് നടുവിലും പാക് സൈന്യം തങ്ങളുടെ പതിവുകൾക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറി നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 46 പേരാണ് കൊല്ലപ്പെട്ടത്. കിഴക്കൻ പക്തി പ്രവിശ്യയിലാണ് പാകിസ്ഥാൻ താലിബാൻ, അതായത് തെഹ്രീക്ക് താലിബാൻ പാക് സൈന്യം ആക്രമണം നടത്തുന്നത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച താലിബാൻ പാക് അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ അയച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ അയൽ രാജ്യങ്ങളിൽ ചൈനയുമായിട്ട് മാത്രമല്ല പാകിസ്ഥാന് സുസ്ഥിരമായ ബന്ധമുള്ളത്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ എല്ലാം അവകാശം ചൈനയ്ക്ക് പണയം വെച്ച നിലയിലാണ് നിലവിൽ. ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനുമായി വർഷങ്ങളായി പാകിസ്ഥാൻ അത്ര നല്ല ബന്ധമല്ല. സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് പാകിസ്ഥാൻ. ഈ വർഷം ജനുവരിയിൽ പാകിസ്ഥാൻ ഭൂപ്രദേശത്ത് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. നിരവധി പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾ ഇറാൻ സൈന്യത്തിന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും അത്ര സുഖകരമല്ല. ഇറാന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ കൂടി വലിയ ശത്രുക്കളുടെ വശത്തേക്ക് മാറിയതോടുകൂടി പാകിസ്ഥാൻ മേഖലയിൽ ഒറ്റപ്പെടുകയാണ് എന്ന് പറയാം. ഇന്ത്യയുമായി കാലങ്ങളായിട്ടുള്ള ശത്രുതയ്ക്കപ്പുറം അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാന് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചില്ലറയല്ല. ഇതിനൊപ്പം ബലൂചിസ്ഥാൻ സ്വയം ഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും കത്തിക്കയറുന്നു. ബംഗ്ലാദേശിൽ ഭരണമാറ്റം വന്നതോടെ അവരുമായി കൂടുതൽ അടുക്കാൻ ആയി എന്നത് മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേട്ടം. എന്നാൽ ബംഗ്ലാദേശിലും പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. പാക് താല്പര്യങ്ങൾ എത്രത്തോളം വിഭജിച്ചു മാറിയ ബംഗ്ലാദേശിൽ നടക്കുമെന്ന് കണ്ടറിയേണ്ടതും ആണ്. നന്ദി.